Hello guys, welcome back to another flash vlog after so long. ഇന്ന് നൊമാഡിയൻ നാട്ടിലെത്തിയിട്ടുണ്ട്. നൊമാഡിയൻ ഫുട്ബോൾ ഫൈനൽ കാണാൻ വന്നിരിക്കുകയാണ്. ദുബായിലൊന്നും ഫൈനൽ കാണാൻ TV ഇല്ലാത്ത പോലെ അവൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. പിന്നെ എന്തോ സീക്രട്ട് ഉദ്ദേശമുണ്ട്, നമ്മളടുത്തൊന്നും പറയുന്നില്ല. രഹസ്യ സ്വഭാവമുള്ള എന്തോ പരിപാടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വരും. എന്തായാലും അവൻ്റെ ചോദിക്കട്ടെ കേസ് എന്താണ് അവൻ്റെ പരിപാടി എന്നുള്ളത്. നമ്മളത് സത്യം പറയുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. എന്നാലും നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് വേറെ ഒരിടത്തും പോകാൻ എനിക്കൊരു മൂഡില്ല. ബിക്കോസ് നല്ല തിരക്കായിരിക്കും എല്ലായിടത്തും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കഫിക്കാനയിൽ വന്നത്. പക്ഷെ കഫിക്കാനയിൽ വന്നപ്പോൾ ഇവിടെയും നല്ല തിരക്ക്. അത്യാവശ്യം ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. എനിവേയ്സ് അവൻ വരട്ടെ കേസ്, എന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ കേസ് ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുമ്പ് 2 വ്ളോഗ് ഉണ്ടായിരുന്നു. അത് ഇടാനുള്ള ഡിലേ അടിച്ചത് കാരണമാണ് ഞാൻ ഇതിപ്പം കുറച്ച് നാൾ ആയി. ലാസ്റ്റ് 2 വ്ളോഗ് ഞാൻ ഇട്ടതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ എടുക്കുന്നത്. സോ അത്യാവശ്യം ആ ഒരു വ്ളോഗിൻ്റെ എന്താ പറയുമല്ലോ, ഇപ്പൊ കാർത്തിക്കിന്റെ വ്ളോഗ് നിങ്ങൾ കണ്ടാണ്, അവന്റെ ആനിവേഴ്സറിയുടെ വ്ളോഗ്. അപ്പൊ അത് അവൻ ഇടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞാൻ ഡിലേ അടിച്ചത്. ഞാൻ അത് എഡിറ്റ് ചെയ്തില്ലായിരുന്നു, അവൻ ഇടാന്നുള്ള രീതിയിൽ. പിന്നെ മറ്റേ സർപ്രൈസ് വീഡിയോയിൽ അത് ഷാസ് ആ ഷോർട്സ് റീലിട്ടിട്ട് ശേഷം വ്ളോഗ് ഇടാന്നുള്ളതിൽ അതും ഡിലേ അടിച്ചു. അപ്പൊ ബേസിക്കലി ഗൈസ് ഇന്ന് മുതലാണ് സത്യം പറഞ്ഞാൽ എൻ്റെ വ്ളോഗിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് നൊമാഡിയൻ. അപ്പൊ കുറെ പേര് ചോദിച്ചായിരുന്നു ഗൈസ് എന്തുകൊണ്ട് വ്ളോഗ് ഇടുന്നില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, മൈൻഡ് ഒട്ട് ശരിയല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ ഹെൽത്തിന്റെ കുറച്ചൊരു ടെൻഷനും പരിപാടികളും ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറിയതേ ഉള്ളൂ ഗൈസ്. ഞാൻ പറഞ്ഞത് ഞാൻ കാർത്തികിന്റെ ഞാൻ പറയുന്നുണ്ട് ചെറിയൊരു അസിഡിറ്റി ഇഷ്യൂ എന്നുള്ള രീതിയിൽ. അന്ന് ഞാൻ പേടിച്ച കേസ് അതിന് അടുത്ത ദിവസം പോയി ഞാൻ ഹാർട്ട് ചെക്കപ്പും എല്ലാം നടത്തി. കംപ്ലീറ്റ് ഇനി ചെക്ക് ചെയ്യാനൊന്നുമില്ല. TMT, ECG, എക്കോ എല്ലാ സാധനങ്ങളും എടുത്തു. അപ്പം ഹാർട്ടിന് വലിയ ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ആശ്വാസം വന്നത്. അതേപോലെ ഈ ആങ്സൈറ്റി ഒരു വലിയ സംഭവമാണ് കേസ്. ബിക്കോസ് നമ്മൾ ഒരുപാട് ഈ ഗൂഗിളിൽ നിന്ന് ഞാൻ ഇങ്ങനെ മൈൻഡിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തതേ ഉള്ളൂ. അതിനുശേഷം എനിക്ക് ഇൻസ്റ്റഗ്രാമിലും സകലയിടത്തും ഈ ഹാർട്ട് അറ്റാക്കിന്റെയും സംഭവത്തിന്റെയും മാത്രം റീല് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഞാൻ പതുക്കെ അത് ഞാൻ ഇങ്ങനെ അൽഗോരിതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിവേസ് ആങ്സൈറ്റി എനിക്കുണ്ട് കേസ്. അപ്പൊ എന്തായാലും അത് പണ്ട് മുതലേ ഉള്ളൊരു കേസാണ്. അപ്പൊ അത് മാറ്റണം. അപ്പൊ അത് ഞാൻ ഇങ്ങനെ ഇനിയിപ്പോ രാത്രി മഗ്നീഷ്യം കഴിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കുറച്ചൊന്ന് ഉറക്കം എങ്ങനെയെങ്കിലും സെറ്റ് ആക്കിയേ പറ്റുള്ളൂ കേസ്. രാവിലെ വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. ബിക്കോസ് ഉറക്കം ശരിയാവാത്തതുകൊണ്ട് വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക സ്റ്റിഫ്നെസ് ഉണ്ട് കൈയും മസിലിനും ഒക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ യൂറിക് ആസിഡ് ഭയങ്കര ഹൈ ആണ് കേസ്. അതാണ് ഞാൻ ഇപ്പം കുറച്ച് റെഡ് മീറ്റ് മൊത്തത്തിൽ കട്ട് ചെയ്തത്. ബിക്കോസ് ബീഫൊക്കെ ബ്രിസ്ക്കറ്റും മറ്റേത് സ്റ്റേക്കും ഒക്കെ വാരി വലിച്ച് തിന്നപ്പോൾ ആലോചിച്ചില്ല, കട്ടയ്ക്ക് അങ്ങോട്ട് കയറി യൂറിക് ആസിഡ്. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ് കേസ് എന്റെ ഡയറ്റൊക്കെ. മുമ്പ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പാതി മാത്രമേ ഞാൻ ഇപ്പൊ കഴിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ അത് എന്തുമാത്രം ഡ്രാസ്റ്റിക്കലി ഞാൻ കട്ട് ചെയ്യുന്നുള്ളത്. ഇടയ്ക്ക് ഷുഗർ ക്രേവിംഗ് വരുന്നുണ്ട്. അപ്പൊ അതിനും കൂടെ എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് ആൻഡ് സെൽഫ് റെസ്ട്രെയിൻഡ് ചെയ്താലേ കാര്യം നടക്കുള്ളൂ ഗൈസ്. അപ്പൊ എന്തായാലും ലെറ്റ്സ് സീ, ലോങ് വേ ടു ഗോ. ആൻഡ് എന്താ പറയുമല്ലോ, സ്മോൾ സ്റ്റെപ്സ്, അതാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് ലോങ് ടേമിലോട്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാന്നുള്ള പ്ലാനാണ്. എന്തായാലും നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു എൻ്റെ ഒരു 10 കിലോ കുറച്ചോട്ടെ ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ ഓൺ ഫുഡ് ബ്ലോഗർ ആയിട്ട് ഞാൻ മാറുന്നതായിരിക്കും. നമുക്കും ഇഷ്ടമാണ് ഫുഡ് കഴിക്കുന്ന. ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരിക്കലും പച്ചക്കറിയും മറ്റേ പച്ചിലയൊന്നും കഴിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റൂല. നമ്മളെന്തായാലും അത് പോർഷൻ കൺട്രോൾ ചെയ്യും. ഇപ്പം നൊമാഡിയനൊക്കെ കഴിക്കുന്നത് പോലെ ചെയ്യാന്നുള്ള ഒരു പ്ലാനിലിരിക്കുകയാണ്. നൊമാഡി അത്യാവശ്യം ജിമ്മിലും പോവും, വർക്കൗട്ടും ചെയ്യും. എന്നാൽ അവൻ ഇഷ്ടമുള്ളതൊക്കെ അവൻ തിന്നുന്നുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ. അവന്റെ വാക്കുകളിനെ ഇപ്പോഴാണ് കുറച്ചൊന്ന് മുഖവിലേക്ക് എടുക്കുന്നത്. എന്തായാലും എനിക്കും ഇനി അതേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. സോ ലെറ്റ്സ് സീ ഗൈസ്. ഇപ്പൊ എന്തായാലും ഞാൻ ഡിന്നർ കഴിച്ചില്ലായിരുന്നു. അപ്പം കഫിക്കാനയിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാൻ കഴിച്ചു. അവനെന്തോ നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അവനും അവന്റെ അനിയനും വരുന്നുണ്ട് എയർപോർട്ടിൽ നിന്ന്. ലുലുന്ന് ഇങ്ങോട്ടാണ്. ലെറ്റ്സ് സീ ഗൈസ്. എന്തായാലും നൊമാഡിയൻ വരട്ടെ, കാണാം. ഓ മൈ ഗോഡ്, മൈ ബോയ്സ് ഹിയർ ഗൈസ്. അപ്പം നമ്മളാ പയ്യൻ വന്നിരിക്കുകയാണ് ഗൈസ്. നൊമാഡിയൻ ഫ്രം ദുബായ്. ഇതാ ഞാൻ വിചാരിച്ച അതല്ലേ, ഞാൻ വേറെ ആരോ വിചാരിച്ചിട്ടാണ് മൊബൈലൊക്കെ മാറ്റി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും ഗൈസ്. നൊമാഡിയനുമായിട്ട് കുറച്ച് ചിറ്റ്ചാറ്റ് ചെയ്തിട്ട് എന്തൊക്കെ രഹസ്യ സ്വഭാവമുള്ള പരിപാടിക്കൊക്കെയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ, എന്താണെന്ന് നോക്കിട്ട്. എന്റെ സച്ചു ഇന്ത്യയിൽ നിന്ന് ഡിസ്കൗണ്ട് ഒക്കെ വാങ്ങിയായിരുന്നപ്പോഴേക്കും വരാം. ഡിഫൻഡറിനെ ഇറക്കി, പക്ഷെ അവന്മാര് ഇറക്കിയവന്മാര് പോരായിരുന്നു. ഹരിക്കേനൊന്ന് ഹരിക്കേൻ പക്ഷെ ഹരിക്കേൻ ഒരു മലയാളിയായിരുന്നു. അവസാനം കളി വിട്ട് പുള്ളി കളിക്കണമെന്നില്ല, പുള്ളി വിട്ട്. അവനും ബെല്ലിംഗാമിനും മതിയായി. അവന്മാര് കാര്യം കൊണ്ട് ഇറങ്ങുമ്പോഴേക്കും അവന്മാരെ തട്ടിയിടണടാ. റഫറി ആണെങ്കിൽ ഫൗളും വിളിക്കണില്ല. പാവപ്പെട്ടവൻ ഉരുണ്ടുരുണ്ട് കളിക്കുകയായിരുന്നു ബെല്ലിംഗാം. ഒന്നും പറഞ്ഞില്ല. കോക്കനട്ട് കോഫി അതുണ്ട്, അത് രണ്ടും ഉണ്ട്. മാച്ചയുണ്ട്, നോർമലും ഉണ്ട്, കോഫി ക്രീമും ഉണ്ട്. ഏതോ കോഫി ക്രീം വേണോ മാച്ച വേണോ? മാച്ചാണ്. കോഫി ക്രീം. ഡയറ്റ് ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ നൊമാഡിയൻ വന്നിരിക്കുകയാണ്. യെസ്,
എന്തൊക്കെയോ ഭാവി പരിപാടികളായിട്ട് വന്നിരിക്കുകയാണ്. ഭാവി പരിപാടി ബിസിനസ് ഐഡിയ ഒക്കെ ആയിട്ടാണ് കൊച്ചിയിൽ കുറച്ച് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ്. അതെ അതെ, ഒന്നും പറയുന്നില്ല, കള്ള എന്തോ കാര്യമായിട്ടുള്ള എന്തോ കോൾ ഒത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സസ്പെൻസ്. അവനാണ് അവന്റെ ക്യാമറമാൻ, അവന്റെ കണ്ടന്റ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഷൂട്ട് ചെയ്യിപ്പിക്കത്തില്ല. അവൻ പാവപ്പെട്ട ഷൂട്ടും ചെയ്ത് കൊടുക്കണം, നിറച്ചും തെറിയും കുറ്റവും. അതിനുശേഷം ഞാൻ തന്നെ അവനെ പറഞ്ഞ നിനക്ക് വേണ്ടി വീഡിയോ എടുത്ത് തരല്ലെന്ന്, മനസ്സിലായോ? ഇവ എല്ലായിടത്തും പോയി തിന്നുന്നുണ്ട്. ഫുള്ള് ഫ്രീയാ, എന്തായാലും കണ്ടന്റ് എടുക്കണം. കണ്ടന്റാ ഇവിടുത്തെ കൊച്ചിയിൽ കണ്ടന്റ് എടുക്കണം, ഫുഡിന്റെ കണ്ടന്റ് എടുക്കണം. കണ്ടന്റ് നോക്കാം. ഞാൻ ഡയറ്റ് തുടങ്ങി 2 ദിവസമായി. എത്ര 2 ദിവസമായത്. ഓ വൈ ബ്രോ, വൈ കണ്ടന്റ്, വൈ? അല്ല, ജിമ്മിൽ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, കണ്ടിന്യൂസ് ആവണം, അതാണ് എന്റെ പ്ലാൻ. പക്ഷേ ഗൈസ്, അടുത്ത 2 മാസത്തേക്ക് ഞാൻ വളരെ വേറൊരു മനുഷ്യനാണ്. അത് ഉടനെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നതായിരിക്കും. ഫുഡ് അടിയൊക്കെ വളരെ കുറവായിരിക്കും. ആരോഗ്യം സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗൈസ്. സോ നൊമാഡിയൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ ഡയറ്റ് തകർക്കാൻ പറ്റൂല. എവനെ തീറ്റിക്കും ഞാൻ ഈ പ്രാവശ്യം. ഞാൻ വിട്ട്. എനിക്ക് ഇവന് ടെൻഷൻ എന്തോ ഉണ്ടെന്നോ, എന്താ ടെൻഷൻ ഉണ്ടല്ലോ മുഖത്ത്, കാണുമ്പോൾ തന്നെ അറിയാം. പഴയ നൊമാഡിയന്റെ ഒരു കളിച്ചിരിയൊന്നും കാണുന്നില്ല. ഇത് നമ്മുടെ അഞ്ജലി മാലയാണ്. പുള്ളിക്കാരി നമ്മുടെ ഭയങ്കര ഫ്രണ്ടാണ്. അത് എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ആണോ? ഓ ഷിറ്റ്. അപ്പൊ ഇനി സോപ്പിടേണ്ട ആള് മാറി. പുള്ളിക്കാരി ഒരിടത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് ഡിസ്കൗണ്ട് കിട്ടാനുള്ളതാണ്. അവിടെ ഒന്നും പറയുന്നില്ല എവിടെയാണെന്നുള്ളത്, സീക്രട്ട്. വേറെ ബോട്ട്സ് പറയുന്നില്ല. നൊമാഡിയ പിന്നെ എന്തുകൊണ്ട് വിശേഷം? ദുബായ് നൊമാഡിയൻ ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ ഗൈസ്? അപ്പൊ അത്രമാത്രം വലിയൊരു സാധനമാണെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് സംഭവം. ഇത്രമാത്രം നൊമാഡിയൻ ടെൻഷൻ അടിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ വലിയ കോൾ ഒത്തിട്ടുണ്ട്. കോളല്ല, ബിസിനസ്. അങ്ങനെ ഗൈസ്, എന്റെ സ്ഥിരം ഓർഡർ ആയിട്ടുള്ള യുസു വന്നിരിക്കുകയാണ്. നൊമാഡിയൻ എന്താണ് നൊമാഡിയ ഒരു നാണം പോലെ? നൊമാഡിയന് ഭയങ്കര നാണം. എന്താണോ അവന്റെ കിവി സ്മൂത്തി ലോക്ക് ആവുന്നതാ എന്റെ വീഡിയോ. ചില സമയത്ത് ബാക്ക്ലോട്ട് ആവുന്നത്. അല്ലേ നല്ല സ്മൂത്തിയാണ് ഗൈസ്. എന്ന് വെച്ചാൽ ഐസ്ക്രീം ഇടുന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോ അത് ഓർഡർ ചെയ്തത്. ഞാനത് യോഗട്ട് ഇട്ടാണ് കുടിക്കുന്നത് ഗൈസ്. കുറച്ച് ഹെൽത്തി ഓപ്ഷൻ. എവന്റെ ഈ സാധനം കിഡിലാണ് കേട്ടോ, ഈ കോഫി ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ. എന്റെ ഫേവറേറ്റ് സാധനമാണ്. ആ കോഫി ക്രീം കുടിച്ചിട്ടുണ്ടാ അവൻ കുടിക്കുന്ന സാധനം? അത് സൂപ്പർ ഐറ്റം. ഇത് കുടിച്ചോ, ഇത് കുടിച്ചോ, ഇത് സൂപ്പറാണ്. ഇതാണ് കുടിക്കേണ്ടത്. നിങ്ങള് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട. മൊത്തം കലക്കിയിട്ട് വേണം കുടിക്കാൻ. ഫുള്ള് കലക്കിയിട്ട് കുടിക്കും. ഇത് സീന് സാധനമാണ് ഈ സാധനം ഗൈസ്. കോഫി ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് പേര് കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മാച്ചയുണ്ട്, മാച്ച വെർഷൻ നല്ലതാണ്. ഒരു മിനിറ്റ് ഗൈസ്, ഫോട്ടോ എടുത്തിട്ട് വരാം. ഇന്നത്തെ ഡിന്നർ വന്നിരിക്കുന്നു. സിയ ബാറ്റ ബ്രെഡിൽ ചെയ്ത പെസ്റ്റോ ചിക്കൻ. ഇത് അത്യാവശ്യം ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച് നോക്കി ഓർഡർ ചെയ്തത്. ബ്രെഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര റസ്റ്റിക് ആയിട്ടുള്ള ബ്രെഡാണ് ഗൈസ്. പിന്നെ കുറച്ച് പിക്കിളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി കുട്ടനാവാനുള്ള ചാൻസ് ആണ് ഗൈസ്. വൈകിട്ട് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ ഗൈസ് എന്താ പിക്കിളും ഫ്രൈസ് അവർക്കും പിക്കിൾ എനിക്കും. അങ്ങനെയുണ്ട്. ഓ സീൻ സാധനം കഴിച്ചോടാ. പിക്കിൾ കഴിച്ചു കടി അടിച്ചു. സീനല്ലേ? ചൈൽഡ്ഹുഡ് എത്തിയ പോലെയല്ലേ? അല്ലേ? നല്ല സീൻ സാധനം. ഇവർക്ക് എന്തോ നല്ല ബ്രെയിൻ കേട്ടോ. ഇത് കുടിച്ചിട്ട് കോഫി കുടിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് കാണൂടാ. നോട്ടെ ഗൈസ്, യൂസ് കലകി യൂസ് കുടിക്കട്ടെ. ഞാൻ മെഗ്നീഷ്യം സപ്ലിമെന്റ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഗൈസ്. എന്റെ ഉറക്കം ഞാൻ ശരിയാക്കില്ലെങ്കിൽ പണി കിട്ടും. അവന്റെ പ്രോൺ പാസ് അറബിയാറ്റ അവിടെ. ഓ മൈ ഗാഡ്, 2 ബ്രോൺസ് ഉണ്ടായിരുന്നു, അതിൽ പോയി വരണം. ക്ലൂലെസ് ആയിട്ടിരിക്കുന്നു. അതല്ല ഞാൻ പറഞ്ഞത്, നല്ല സീന് സാധനമാണ്. അടിപൊളിയാണ്. നിന്നെ ഞാൻ സജസ്റ്റ് ചെയ്യൂലടാ. സത്യം കേട്ടാ, ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ അമ്മാനെ പാടുന്ന നൊമാഡിയന്റെ അടുത്താണ്. ഫ്രോസൺ തിന്ന് ജീവിക്കുന്ന അവന്റെ അടുത്താണ്. ഫ്രോസൺ തിന്ന് ജീവിക്കുന്ന അവന്റെ അടുത്താണ്. എനിക്കും മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അവന്റെ അടുത്ത് സജസ്റ്റ് ചെയ്തത്. സൂപ്പർ സാധനമാണ് ഈ ഒരു ഐറ്റം. വേറെ ലീഗാണ്. പ്രോൺസ് പാസ്ത ഇഷ്ടമുള്ളവര് ഇത് ഉറപ്പായിട്ട് കഴിക്കേണ്ടതാണ്. ഉള്ളത് നോർമൽ അറബിയാറ്റ ചിക്കൻ പാസ്ത. ഈ ബ്രെഡ് നൈസാണ്. ഈ പെസ്റ്റോ തേച്ചിട്ടുള്ള ബ്രെഡ് അടിപൊളിയാണ്. സാൻഡ്വിച്ച് ഒന്ന് കഴിച്ചോട്ടെ. പ്രോൺസ് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യണം. ഫ്ലേവർ കിട്ടൂലെന്നേ ഉള്ളൂ. അതിന്റെ അകത്തിട്ട് മിക്സ് ചെയ്താൽ മതി. ഇതാണ് നോക്കിയാണ് പെട്ടവൻ ഓർഡർ ചെയ്ത പ്രോൺസ് മൊത്തം എടുത്തോണ്ട് പോകണം നോക്കിയാണ്. എന്തോ ഓർഡർ ചെയ്തത്? സ്റ്റേക്ക് അല്ലല്ലോ, മീൻ പാസ്ത തന്നെ ഓർഡർ ചെയ്തു. വിശന്നിരിക്കുന്നു തോന്നുന്നല്ലോ. എന്റെ സാൻഡ്വിച്ച് ആയിട്ടോടെ. ഇതാണ് ഗൈസ് എന്റെ പെസ്റ്റോസ്. ഇതാണ് എന്റെ ഉൾവശം. നല്ല ബ്രെഡ്.
സൂപ്പർ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നിട്ടുള്ള എന്തെങ്കിലും ഫുഡ് സൂറായിട്ടുണ്ടോ? കഴിഞ്ഞ തവണത്തെ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പൊളി. കോസില് നമ്മളെ സജഷൻ ഒക്കെ വേറെ ലീഗാണ്. ഇത് ചെയ്യുന്നുണ്ടോ? അടിപൊളി അല്ലേ? പ്രത്യേക തരം ഇതില്ലേ ടേസ്റ്റ്. കിട്ടില്ല ഐറ്റം. നമ്മുടെ സജഷൻ ഒന്നും അങ്ങനെ ഫ്ലോപ്പ് ആവാറില്ല. അവനും ഇഷ്ടപ്പെട്ടു. ആർക്കെങ്കിലും പെസ്റ്റോയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഗൈസ് ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. അടിപൊളി ടേസ്റ്റ് ഗൈസ്. എനിവേസ് ഫസ്റ്റ് സിപ്പ് ഓഫ് ഉസു ആഫ്റ്റർ സോ ലോങ്. കുറച്ച് നാളായി ഗൈസ് ഞാൻ തണുപ്പ് കുടിച്ചിട്ട്. ആക്ച്വലി ഓണം ഞാൻ ഈ തണുപ്പ് കുടിക്കുന്നത് തൊണ്ട കിച്ചായതുകൊണ്ട് തണുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഓണം ആയല്ലേ? ഓണം അങ്ങനെ ഫൈനലി തണുത്തത് ഞാൻ കുടിച്ചിരിക്കുകയാണ്. തൊണ്ട അടിച്ചു പോയായിരുന്നു മതിയായിരുന്നു. കഴിഞ്ഞോട്ട് ഓർഡർ ചെയ്തല്ലേ? ഉണ്ട് സൂപ്പറാ. ഞാൻ വേറെ പാസ്ത അടിപൊളിയാണ്. നമുക്ക് ഒരിക്കലും ആക്ച്വലി വേറെ സംഭവം ഉണ്ട്. നമുക്ക് ദുബായിൽ നിന്ന് കഴിച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇവിടുത്തെ ഫുഡ് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതെന്തോ അല്ലേ ഫുഡ് ഭയങ്കര ക്വാളിറ്റിയാണ്. കഫിക്കാനോ വേറെ ലെവലാ. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. ചിലർ പറയുന്നത് എനിക്ക് ഇവിടെ ഷെയർ ഉണ്ടെന്ന്. പക്ഷെ അല്ല കേസ്, ഇവരുടെ നമുക്ക് വിശ്വസിച്ച് കഴിക്കുകയും ചെയ്യാം, പാർക്കിംഗ് ഭയങ്കര ക്വാളിറ്റി. അതുകൊണ്ടാണ് കിട്ടുന്ന ഫുഡില് നല്ല ക്വാളിറ്റി. യാസറിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ മറ്റേ അവിടെ നല്ല കിടില സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാരാണ്. എന്നിട്ട് മിഷലിൻ സ്റ്റാർ, മിഷലിൻ ഗൈഡ്, എന്നിട്ട് നിനക്ക് ഇവിടെ നിന്ന് കഴിച്ച എല്ലാം ഇഷ്ടപ്പെട്ടില്ലേ? കോഫി ആയാലും എല്ലാം. നമ്മുടെ നാട്ടില് ഇത്രയും നല്ല ക്വാളിറ്റി ഫുഡ് കിട്ടുന്നത് ഭയങ്കര കുറവാണ്. അയ്യവ സ്ഥിരമാണ് കേട്ടാ. പക്ഷെ ഞാൻ കാണാറില്ലെന്നേ ഉള്ളൂ. അതുപോലെ ഈ കോഫി ഞാൻ സീനല്ലേ? ഓർഡർ ചെയ്ത സെയിം സാധനം. അടിപൊളിയാണ് ഈ ഒരു കോഫി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കോഫി ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ. അതേപോലെ തന്നെ അവർക്ക് മാച്ച ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ ഉണ്ട്. രണ്ടും അടിപൊളിയാണ്. ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഈ രണ്ട് സാധനം ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലതാ. ഇത് എന്റെ ഫേവറേറ്റാ. ജസ്റ്റ് റിഫ്രഷിംഗ് ആണ് കൂടുതലും. ഗൈസ് എന്റെ ഐഫോണിന് എന്തോ പറ്റി. ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈഡിലോട്ട് പോകാൻ പറ്റുന്നില്ല. ചക്കാണ്ടിരിക്കുന്നു ഒറ്റ ഇതില്. എടുക്കാൻ പറ്റൂടാ. ഞാൻ ഈ ഐഫോണിലാണല്ലോ കൂടുതൽ എടുത്തോണ്ടിരുന്നത്. എനിക്ക് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു ക്യാമറയിൽ ഈ പ്രശ്നമാണ്. ലെറ്റ്സ് സീ ഗൈസ്. കണ്ട അവരുടെ രഹസ്യങ്ങളൊക്കെ പറയാൻ എല്ലാം എന്റെ കയ്യിലുണ്ട്. ഓൾ ദി സീക്രട്സ് ഓഫ് നൊമാഡിയൻ. ആർക്കെങ്കിലും വേണമെങ്കിൽ ചോദിച്ചാൽ മതി എന്റെ അടുത്ത്. ഞാൻ തമാശയല്ല, ഞാൻ ഫണ്ണായിട്ടല്ല എടുക്കുന്നത്. നൊമാഡിയന്റെ സീക്രട്സ് മൊത്തം ഡിസ്കഷൻ. എനിവേസ് നമ്മളിത് കഴിച്ചിട്ട് തരാം. നൊമാഡിയനാണ് ബില്ല് ചെയ്യുന്നത്. ഗൂഗിൾ പേ ബ്രോ. അതൊക്കെ ആൾക്കാർ വിചാരിക്കും നമ്മൾ അല്പത്തരം കാണിക്കും. ഒന്നാമത് ആൾക്കാർ ഞാൻ എല്ലാ ഇതിലും ഞാൻ ഇപ്പൊ ബില്ല് കാണിക്കാറുണ്ടാ. 2276 പെയ്ഡ് ബൈ NRI നൊമാഡിയൻ. ഇന്ന് നമ്മൾ നൊമാഡിയൻ ഒരു ചാൻസ് കൊടുത്തിരിക്കുകയാണ്. അല്ല അവിടെ വെളിയിൽ ഐസ്ക്രീം അതില്ല, എനിക്ക് കിച്ചൺ അടച്ചതാ. അല്ലെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തന്നെ. അങ്ങനെ ഗൈസ് നൊമാഡിയൻ കുറച്ചൊക്കെ ആരോഗ്യം വീണ്ടെടുത്തിരിക്കുകയാണ്. എന്തോ ഭയങ്കര ടയർഡ്നെസ്സും ഒരു കോഫി കുടിച്ചപ്പോ കുറച്ചൊന്ന് എനർജി വന്നിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം നൊമാഡിയന്റെ കസർത്തുകൾ. ഉണ്ട് 4 ദിവസം എന്തായാലും നമ്മൾ ഫുട്ബോൾ കാണാൻ പോകുന്നുണ്ട്. ഫൈനൽ കാണാനുണ്ട്. സ്പെയിൻ വേഴ്സസ് അർജന്റീന ബ്രോ. അല്ല, സ്പെയിൻ വേഴ്സസ് അർജന്റീന വേറെ ആരോഗ്യം. അർജന്റീന ഒന്നും അല്ല, ഞാൻ സ്പെയിനാണ്. സ്പെയിൻ ചെയ്യുമെന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. പോർച്ചുഗലൊക്കെ പോടാ ബ്രോ. അർജന്റീന വിൽ ബ്രോ. വിൽ വിൻ ബ്രോ. സ്പെയിനാണ് കേസ്. ചുമ്മാ നമ്പറാണ്. അർജന്റീന വിളിച്ചോണ്ടിരിക്കുകയല്ല. പക്ഷെ അർജന്റീന എന്താ വിരുദ്ധതയല്ല. ഈ വട്ടം സ്പെയിൻ കിട്ടിക്കോട്ടെ. അതാണ് ഞാനും അതാണ്. ഇത് പഴയ ഓസ്ട്രേലിയൻ ടീം പോലെ ക്രിക്കറ്റിൽ സ്പെയിൻ ഒറ്റ കപ്പല്ലേ? മറ്റവന്മാർക്ക് അടുപ്പിച്ച് ജയിക്കണം. മനസ്സിലായില്ലേ? അത്യാഗ്രഹം. സ്പെയിൻ മതി. സ്പെയിൻ ജയിക്കട്ടെ. എന്തായാലും എന്നെ മനസ്സൊരുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്ത ഒറ്റ ടീം ജയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗൈസ്. ഞാൻ ന്യൂട്രൽ ആയിട്ട് പോകുന്നു, കളി കാണുന്നു, എൻജോയ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അപ്പൊ ശരി ഗൈസ്, ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ടേക്ക് കെയർ. ബൈ ഗൈസ്. ബൈഡാ. ബൈ അഞ്ജലി. ബൈ. Thank you.